നമസ്കാരം, എല്ലാവർക്കും റെഡ് റോസസിലേക്ക് സ്വാഗതം. എല്ലാവർക്കും ഹാപ്പി ഓണം. എല്ലാവരുടെയും പണികളൊക്കെ അവസാനിച്ചിട്ടുണ്ടാവുമല്ലേ? രാവിലെ നേരത്തെ നീറ്റ് കുളിച്ച് നമ്മൾ പൂക്കളൊക്കെ ഇടില്ലേ മുറ്റത്ത്. ഇന്ന് ഞാൻ ചെറിയൊരു പൂക്കളാണ് ഇട്ടിരിക്കുന്നത്. ഈ ഇൻട്രോ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ എൻ്റെ കുഞ്ഞ പൂക്കളം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. ഞാൻ ഇന്ന് ചെറിയ പൂക്കളാണ് ഇടുക, വലിയ പൂക്കളൊന്നും ഇടാറില്ല. നമുക്ക് ഓണം ഉണ്ടെന്ന് സൂചിപ്പിക്കാനാണല്ലോ നമ്മൾ പൂക്കളിടുക. അപ്പോൾ അത് ചെറിയൊരു പൂക്കളായാലും മതി. അപ്പോൾ ഞാൻ ചെറിയൊരു പൂക്കളാണ് ഇന്നിട്ടിരിക്കണത് കേട്ടോ. പിന്നെ ഞാൻ ചായ കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഓണം സീരീസിലെ രണ്ടാമത്തെ ഒരു അച്ചാർ ഉണ്ടാക്കണം ഞാൻ പറഞ്ഞില്ലേ, അപ്പോൾ അതിനുള്ള തയ്യാറെടുപ്പിലാണ്. ഇപ്പോൾ ഞാൻ ഉണ്ടാക്കണത് നല്ല ചെറുനാരങ്ങ, നല്ല ഫ്രഷ് ആയിട്ടുള്ള ചെറുനാരങ്ങ എനിക്ക് കിട്ടിയത് കേട്ടോ. ആ ചെറുനാരങ്ങയും ഉണക്കമുന്തിരിയും വെച്ചിട്ടുള്ള ഒരു അസാധ്യ രുചിയുള്ള ഒരു അച്ചാറാണ് ഉണ്ടാക്കുന്നത്. ഞാൻ ഇടയ്ക്ക് ഇങ്ങനെ ആലോചിക്കും, ഇത്രയും അച്ചാറൊക്കെ ഒന്നും അറിയാത്ത ഞാൻ ഉണ്ടാക്കാൻ പഠിച്ചില്ലേ, അപ്പം എനിക്കെന്നാ അച്ചാറിങ്ങനെ സ്ഥിരമായിട്ട് ഉണ്ടാക്കിയാലോ എന്നൊക്കെ ഞാൻ ഇടയ്ക്ക് വിചാരിക്കാറുണ്ട് കേട്ടോ. ഇടയ്ക്ക് തമാശയ്ക്ക് ഇങ്ങനെ വിചാരിക്കേണ്ടതാണ്, ഇടയ്ക്ക് നേരം പോകാതിരിക്കുമ്പോൾ. അപ്പം ഞാൻ വീട്ടിൽ എന്ത് വെജിറ്റബിൾസാണ് ഉള്ളത് വെച്ചാൽ അതെടുത്തിട്ട് ഞാൻ ഒരു അച്ചാർ ഉണ്ടാക്കി നോക്കും. ഞാൻ തന്നെയല്ലേ കഴിക്കണത്. അല്ലെങ്കിൽ ഞാൻ രാഗൻ ചേച്ചിക്ക് കൊണ്ടു കൊടുക്കും. രാഗൻ ചേച്ചി പറയും നന്നായിട്ടുണ്ട് പ്രിയേ. രാഗൻ ചേച്ചി നന്നായിട്ടുണ്ട് പറഞ്ഞാൽ പിന്നെ എനിക്ക് സമാധാനമായി. എന്ത് തെറ്റുകുറ്റണ്ടെങ്കിലും മൂപ്പര എന്നോട് പറയും. അപ്പം നമുക്ക് ഒട്ടും സമയം കളയാതെ അച്ചാറുണ്ടാക്കാം അല്ലേ? ഓണത്തിന് 1, 2, 3 അച്ചാറുണ്ടാക്കിയാൽ നമ്മളുടെ ഇലയുടെ തുന്നത്ത് വിളമ്പാം. അപ്പം നമ്മളുടെ വിഭവം അത് കൂടും. ഇടയ്ക്ക് ഞാൻ ബുദ്ധിമുട്ടിക്കുന്നില്ല കേട്ടോ. ചായ അവിടെ വെച്ചിട്ട് നമുക്ക് സംസാരിക്കാം. അപ്പോൾ എല്ലാവർക്കും ഒന്നുകൂടി ഹാപ്പി ഓണം പറഞ്ഞുകൊണ്ട് എൻ്റെ അടുക്കളയിലേക്ക് ഞാൻ പോയിട്ട് അച്ചാറുണ്ടാക്കാം. എൻ്റെ ചെറിയ പൂക്കളം ഭംഗിയായില്ലേ? നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ? എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. എല്ലാവർക്കും എൻ്റെ ഹാപ്പി ഓണം. നമുക്ക് ഓണത്തിന് ചെറുനാരങ്ങയും ഉണക്കമുന്തിരിയും വെച്ചിട്ട് ഒരു അച്ചാർ ഉണ്ടാക്കാം. അതിന് ഞാൻ ഇവിടെ ഒരു 10-12 നാരങ്ങ എടുത്തിട്ടുണ്ട്. നന്നായി കഴുകിയ നാരങ്ങയാണ്. ഉണക്കമുന്തിരി ഇതാ നന്നായി കഴുകി വെച്ചതാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഈ നാരങ്ങ ഇങ്ങനെ 4 ആക്കി അരിഞ്ഞു കൊണ്ടുവരാം. ഇതിൻ്റെ ഉള്ളിലത്തെ എല്ലാ കുരുവും നമ്മൾ എടുക്കണം കേട്ടോ, അല്ലെങ്കിൽ കയ്പ്പ് രസം വരും. ഞാൻ ഈ നാരങ്ങയൊക്കെ ഇതുപോലെ നുറുക്കി കൊണ്ടുവരാം. അപ്പം നമ്മളുടെ ചെറുനാരങ്ങ നമ്മൾ 4 കഷ്ണമാക്കി അതിൻ്റെ കുരുവൊക്കെ മാറ്റി കളഞ്ഞു. ഇനി നമുക്ക് അച്ചാറിന് വേണ്ട പ്രോസസ്സ് തുടങ്ങാം. ഞാനൊരു പാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. പാനിൽ വെളിച്ചെണ്ണ ചൂടായാൽ ആദ്യം നമുക്ക് ഈ മുന്തിരി ഒന്ന് വറുത്തെടുക്കണം. മുന്തിരി മാത്രം വറുത്തെടുക്കാൻ വെളിച്ചെണ്ണ മതി, ബാക്കിയൊക്കെ നമുക്ക് എണ്ണയിൽ ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മളുടെ വെളിച്ചെണ്ണ അത് അവിടെ ചൂടായിട്ടുണ്ട്. എനിക്ക് ഈ മുന്തിരി ഇട്ട് കൊടുക്കാം. നമ്മൾ കറുത്ത മുന്തിരി എടുക്കുകയാണ് അച്ചാറിന് നല്ലത്. അപ്പോൾ നല്ല അടിപൊളിയായിട്ടുണ്ടാവും. കറുത്ത മുന്തിരി കുറച്ചും കൂടി സ്വീറ്റാണ്. കറുത്ത മുന്തിരി നമുക്ക് അച്ചാറിന് എടുക്കുകയാണ് നല്ലത് കേട്ടോ. എന്താ, നാരങ്ങയുടെ ഒപ്പം ഈ കറുത്ത കളർ കാണുമ്പോൾ നല്ലൊരു ഭംഗി ഉണ്ടാവും, ടേസ്റ്റും ഉണ്ട്. അപ്പോൾ നമ്മുടെ മുന്തിരിയുടെ വീർത്തു. ഇത് നമുക്ക് ഇതിലേക്ക് വാങ്ങാം കേട്ടോ. എന്തായാലും ഞാൻ ഇത് ഒരു വലിയ പാത്രത്തിലേക്ക് എൻ്റെ പെട്ടെന്ന് വാങ്ങിയെടുക്കട്ടെ. ഇനി നമുക്ക് ഇതിൽ ആദ്യം നാരങ്ങ വാട്ടിയെടുക്കാം. ഈ അച്ചാറിൻ്റെ ഒരു പ്രത്യേകത എന്താ വെച്ചാൽ ഞാൻ ഇതിന് കാന്താരി മുളകാണ് ഉപയോഗിക്കുന്നത്. നമ്മുടെ വീട്ടിലുണ്ടായ കാന്താരി മുളകാണ്. പിന്നെ കൊളസ്ട്രോളിന് വളരെ നല്ലതാണ് കാന്താരി മുളക് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഞാൻ കാന്താരി മുളക് ധാരാളം ഉണ്ട്, അപ്പോൾ ഞാൻ അത് യൂസ് ചെയ്യാമെന്ന് വെച്ചു. ഈ കാന്താരി മുളക് നല്ല ടേസ്റ്റുമാണ് കേട്ടോ. അങ്ങനെ ഒരു ഗുണമുണ്ട്. നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം, അല്ലെങ്കിൽ ഇത് കരിഞ്ഞു പോകും. കടുകും ഉലുവയൊക്കെ പൊട്ടി ഇതൊക്കെ നന്നായി മൂത്തു. ഇതിലേക്ക് ഇഞ്ചി, നമ്മുടെ വെളുത്തുള്ളി ഇട്ടു കൊടുക്കും. വെളുത്തുള്ളിയൊക്കെ കുറച്ച് അധികം ഇട്ടാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഈ നാരങ്ങ അച്ചാറിൽ ഇഞ്ചി എപ്പോഴും കുറച്ച് മുന്തി നിൽക്കണം. അപ്പം കണ്ടില്ലേ, ഇത് നന്നായി മൂത്തു. ഒരു കിളിങ്ങണ ഒച്ച പോലെ. ഇതിലേക്ക് നമുക്ക് കാന്താരി മുളക് ഇട്ട് കൊടുക്കാം. മുളകിൻ്റെ കുരുവൊക്കെ കിടക്കുന്നുണ്ട്, അത് കണ്ടിടാം. ഇതിൻ്റെ കൈ നല്ല നീറ്റമുണ്ട്. കാരണം എന്താ വെച്ചാൽ ഇത് അരിഞ്ഞപ്പോഴേ കാന്താരി മുളകിന് നല്ല എരിവല്ലേ. അപ്പോൾ നമ്മുടെ മുളകും നന്നായിട്ടൊന്ന് ഫ്രൈ ആയി.
ഇതിലേക്ക് നമുക്ക് ഈ ചെറുനാരങ്ങ ഇട്ട് കൊടുക്കാം. ചെറുനാരങ്ങ ഒന്ന് നന്നായി വഴറ്റണം. ചെറുനാരങ്ങ നന്നായി വഴറ്റുമ്പോൾ ഇതിൽ നിന്ന് വെള്ളം ഇറങ്ങി വരും. അപ്പോൾ ഇതൊന്ന് നന്നായി വഴറ്റിയതിന് ശേഷം ഇതിൽ ഉപ്പിടാം. ഉപ്പിട്ടിട്ട് നമുക്കിതൊന്നാണ്ട് അടച്ച് വെക്കാം കേട്ടോ. അപ്പോൾ ഇതൊന്ന് നന്നായി വഴറ്റിയിട്ട് ഞാൻ എന്താ വേണ്ടത് നമുക്ക് കാണിച്ചു തരാം. ഇപ്പോൾ തന്നെ ഉണ്ടാക്കി വെച്ചാൽ ഈ അച്ചാർ നമുക്ക് ഓണത്തിന് എടുക്കാം. ഇതിലേക്ക് ഉപ്പിട്ട് കൊടുക്കാം. എന്നിട്ട് ഉപ്പിന് ആവശ്യമുണ്ടെങ്കിൽ ഇടാം കേട്ടോ, വിനിഗറൊക്കെ ഒഴിച്ചിട്ട്. കാരണം എന്താ വെച്ചാൽ അച്ചാറിൽ എപ്പോഴും ഉപ്പ് കുറച്ച് മുന്തി നിൽക്കണം. ഇത് നല്ലോണം ആവുമ്പോൾ അതിൻ്റെ ഉപ്പ് രസം കുറയുകയാണ് ചെയ്യുക. ഞാൻ ഈ അച്ചാറൊക്കെ ഉണ്ടാക്കുന്നത് നമ്മളുടെ അത്തത്തിൻ്റെ 2-3 ദിവസം മുന്നെയാണ് കേട്ടോ. കാരണം എന്താ വെച്ചാൽ അപ്പോഴല്ലേ നമുക്ക് ഓണാകുമ്പോഴേക്കും ഇത് ആവുള്ളൂ. അല്ലാതെ അപ്പം ഉണ്ടാക്കിയിട്ട് അപ്പം ഉപയോഗിക്കുകയല്ല. അങ്ങനെയും വേണമെങ്കിൽ നമുക്ക് ഉപയോഗിക്കാം. അതിനെന്താ ചെയ്യേണ്ടത് വെച്ചാൽ ഈ ചെറുനാരങ്ങ അരിഞ്ഞതിന് ശേഷം ഒരു സ്റ്റീമറിൽ വെച്ചിട്ട് ആവി കൊള്ളിക്കുക. അപ്പോൾ ഇത് നന്നായിട്ട് അങ്ങോട്ട് എന്താ പറയുക ഉടഞ്ഞ പോലെയാവും. അപ്പോൾ നമുക്കിത് പെട്ടെന്ന് ഉപയോഗിക്കാൻ പറ്റും. അങ്ങനെ ഞാൻ ഇതിന് മുമ്പത്തെ ഓണത്തിനോ എപ്പോഴും അങ്ങനെ ഞാൻ അച്ചാർ ഉണ്ടാക്കിയിട്ടുണ്ട്. എൻ്റെ ചാനൽ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. പലതരം അച്ചാറുകൾ ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. വെള്ളനാരങ്ങയും ഒക്കെ നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇതാ ഇത് ഏകദേശം വാടി. ഇത് നമുക്കൊന്ന് അടച്ചു വെക്കാം. അപ്പം നമുക്ക് ഇതൊന്ന് തുറന്നു നോക്കാം കേട്ടോ. കണ്ടോ, ഇതൊന്ന് കുറച്ച് വെള്ളം ഇറങ്ങിയിരിക്കുന്നുണ്ടോ. ഇതിലേക്ക് നമുക്ക് ആവശ്യമുള്ള പൊടികൾ ചേർത്ത് കൊടുക്കണം. ഇതിലേക്ക് ഒരു 2.5 സ്പൂണ് മുളക് പൊടി. എരിവ് കൂടിയാലും ബുദ്ധിമുട്ടാണ്. എരിവ് ഇല്ലാച്ചാൽ നമുക്ക് മുളക് മൂപ്പിച്ച് ചേർക്കാം, അല്ലെങ്കിൽ നമുക്കിത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. പിന്നെ പിരിയമുളകിൻ്റെ പൊടി, അപ്പോൾ കുറച്ച് കളറ് നല്ല ഭംഗിയാവും. പിന്നെ കടുക് പൊടിച്ചത്, ഉലുവപ്പൊടി, മഞ്ഞൾപ്പൊടി, ഇത് 3 ഇതിലേക്കാണ്ട് ഇട്ട് കൊടുക്കാം. ഈ അച്ചാറുണ്ടാക്കാൻ നമുക്ക് അച്ചാർ പൊടി കിട്ടൂട്ടാ, പക്ഷെ അത് ഒരു ടേസ്റ്റും ഉണ്ടാവില്ല. നമ്മളുണ്ടാക്കിയ ആ സ്വാദമൊന്നും അതിന് കിട്ടില്ല കേട്ടോ. ഇത് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. എല്ലാത്തിലും മുളകൊക്കെ നന്നായി ഒന്ന് പിടിക്കട്ടെ. ഈ അച്ചാർ കുറച്ച് ഗ്രേവി ആയിട്ടൊക്കെ വേണമല്ലോ. അപ്പം നമുക്കതിന് തിളപ്പിച്ച വെള്ളം കുറച്ച് ഒഴിച്ചു കൊടുക്കണം. നിങ്ങൾക്ക് നല്ല ഡ്രൈ ആയിട്ട് അച്ചാർ വേണ്ടെച്ചാൽ അങ്ങനെ ചെയ്തോളൂ. പക്ഷെ അച്ചാർ എപ്പോഴും കുറച്ച് വെള്ളമൊക്കെ ആയിട്ട് വേണം. അതിന് നമുക്ക് കുറച്ച് തിളപ്പിച്ച വെള്ളം അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കണം. സൂക്ഷിച്ച് പിടിച്ചിട്ട് അങ്ങോട്ട് ഒഴിക്കുക. എന്നിട്ട് നമുക്ക് ഇത് അടച്ച് വെച്ച് അങ്ങോട്ട് വേവിക്കണം. മുന്തിരി ഇടേണ്ട സമയമായിട്ടില്ല കേട്ടോ, ഞാൻ പറയാം. ഇത് കിടന്നാൽ ഒന്നാവട്ടെ. അപ്പം നമുക്ക് ഇതൊന്ന് എടുത്ത് നോക്കാം. ഇത് നന്നായിട്ട് ബോയിലായിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഈ മുന്തിരി ഇട്ട് കൊടുക്കാം. അപ്പം നമ്മുടെ അച്ചാർ എങ്ങനെയായി നമുക്ക് നോക്കാം കേട്ടോ. അതിൽ എരിവും പുളിയും മധുരവും ഒക്കെ ഉണ്ടോയെന്ന്. ഇതൊരു ഹോട്ട് ആൻഡ് സ്വീറ്റ് അച്ചാറാണ്. ഈ മുന്തിരി ചേർത്ത കാരണം, കുറച്ച് ശർക്കരയൊക്കെ ചേർത്ത കാരണം ഇപ്പം തന്നെ വേണമെങ്കിൽ കൂട്ടാമെന്നുള്ള പോലെ. ഇതിൽ ഈ മുന്തിരിയും ചെറുനാരങ്ങയും കൂടി അലിഞ്ഞു കഴിഞ്ഞാൽ എന്താവും ടേസ്റ്റ് എന്നറിയോ. നമുക്ക് കുറച്ച് വിനിഗർ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. നമുക്ക് ഇതാണ്ട് ഓഫ് ചെയ്യാം. ഇതിനോട് നന്നായി ചേർത്തു. എല്ലാവരും ഈ അച്ചാറൊന്ന് ഓണത്തിന് ട്രൈ ചെയ്തോളൂ കേട്ടോ. ഞാൻ പെട്ടെന്ന് അപ്ലോഡ് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് ഇത് ഉണ്ടാക്കാനുള്ള സമയമൊക്കെ ഉണ്ടാവും. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. എല്ലാവർക്കും എൻ്റെയും റെഡ് റോസസിൻ്റെയും കുടുംബത്തിൻ്റെയും വക ഹാപ്പി ഓണം. ഓണത്തിൻ്റെ ആദ്യ ദിവസവും 2ാമത്തെ ദിവസവും നല്ല വെയിലാണ്. മഴയുടെ ഒരു ശല്യമൊന്നുമില്ല അല്ലേ. ഓണത്തിൻ്റെ അത്തത്തിനും ചിത്തിരയ്ക്കും മഴയൊന്നുമില്ല. അപ്പോൾ പൂക്കളൊന്നും ഒലിച്ചു പോവില്ല ആരുടെയും. നല്ല സന്തോഷമായിട്ടാണ് പൂക്കളൊക്കെ ഇടാൻ നമുക്കൊരു ശല്യമില്ലാതെ നമ്മൾ ഇട്ടു. അപ്പോൾ എൻ്റെ അച്ചാർ ഉണ്ടാക്കി കഴിഞ്ഞു. നിങ്ങൾക്ക് എൻ്റെ അച്ചാർ ഇഷ്ടപ്പെടും, ഇഷ്ടപ്പെടാതിരിക്കില്ല. ഇഷ്ടപ്പെട്ട എല്ലാവരും ഒന്ന് എന്നെ പ്രോത്സാഹിപ്പിക്കണം കേട്ടോ. എല്ലാവർക്കും എൻ്റെ വക നല്ലൊരു ദിവസം ഞാൻ ആശംസിക്കുന്നു. എല്ലാ നന്മകളും എല്ലാവർക്കും ഉണ്ടാവട്ടെ. ഒന്നുകൂടി എൻ്റെ വക ഹാപ്പി ഓണം.